ഏവർക്കും നമസ്കാരം. മനയാത്താറ്റുമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ചില വാസ്തുചെടികളെ പറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത്. തെക്ക് ഭാഗത്ത് വളരും തോറും സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു ചെടിയെ കുറിച്ച് ഞാൻ ഈ അധ്യായത്തിൽ നിങ്ങളോട് പറയാം. അത് നിങ്ങൾ വളർത്തി നോക്കുക. ചിലപ്പോൾ ഒരൊറ്റ ചേഞ്ച് മതി നിങ്ങളുടെ ജീവിതം ഒന്ന് രക്ഷപ്പെടുവാനായി. നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള സകല സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക വിഷമതകളും തീർന്ന് നല്ല രീതിയിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും ഈ ചെടി നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ അധ്യായം പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി കേട്ടു നോക്കുക. ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ധനം ആകർഷിക്കുന്ന വാസ്തുചെടികൾ, അതായത് ലോകത്തുള്ള മറ്റ് ആസ്ട്രോളജികൾ കൂടി പഠിച്ച് മനസ്സിലാക്കി നമുക്ക് സാമ്പത്തിക അട്രാക്ഷന് വേണ്ടി ലോകത്ത് നിർദ്ദേശിക്കപ്പെടുന്ന വാസ്തുചെടികളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അതായത് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവർ വളർത്തിപ്പോരുന്ന ചില ചെടികളെ പറ്റിയാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. തീർച്ചയായും ലോകം മുഴുവൻ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫലമുണ്ട്, അതിനൊരു ശക്തിയുണ്ട്. അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടാകാം. ഇതിൽ ചില ചെടികളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കാം. ഉള്ളവർ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തീർച്ചയായും ഈ അധ്യായം നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും. അതായത് നമ്മുടെ വീട്ടിൽ വളർത്താൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ചെടിയാണ് മാതള ചെടി എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ വീടിന്റെ വാതിൽക്കലിന്റെ വലതുഭാഗത്ത്, വീടിന്റെ വാതിലിന്റെ നേരെ ആകരുത്, വീടിന്റെ വാതിലിന്റെ വലതുഭാഗത്ത് എവിടെയെങ്കിലും, ഉദാഹരണത്തിന് നിങ്ങളെ വീട് തുറന്നു വരുമ്പോൾ അത് കിഴക്കോട്ടാണ് തുറക്കുന്നത് എങ്കിൽ അത് ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതു ഭാഗം എവിടെയാണോ വരുന്നത് ആ വരുന്ന ഭാഗത്ത്, അത് മുറ്റത്തല്ല പറമ്പിലായാലും കുഴപ്പമില്ല, അവിടെ വേണം ഈ മാതള ചെടി നട്ടു വളർത്താൻ എന്ന് പറയുന്നത്. മാതളം നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാണ് ലോക ആസ്ട്രോളജി പറയുക. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ലക്ഷ്മി കുബേര സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമെന്നും നമ്മുടെ വീട്ടിലേക്ക് സമ്പത്തും മഹാഭാഗ്യവും കടന്നു വരുമെന്ന് പറയപ്പെടുന്നു. അതായത് സമ്പത്ത് കുബേരനായിട്ട് ബന്ധപ്പെട്ടതും ഭാഗ്യം മഹാലക്ഷ്മിയെ ബന്ധപ്പെട്ടതുമാണ്. ഈ രണ്ട് കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് മാതളം ഇങ്ങനെ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. മാതളം ഞാൻ പറഞ്ഞ രീതിയിൽ വാതിലിന്റെ വലതുഭാഗത്ത് ഉള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. അത് ഒരിക്കലും മുറിച്ചു കളയരുത്. ആ വൃക്ഷം നിങ്ങൾക്ക് മഹാഭാഗ്യം കൊണ്ടുതരും എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തുചെടിയാണ് മാതളം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് മിക്കവാറും വീട്ടിൽ ഇത് ഉണ്ടാകണം എന്നില്ല. പക്ഷേ ലോകത്തിലെ മിക്ക വാസ്തുശാസ്ത്രങ്ങളിലും മിക്ക ആസ്ട്രോളജികളിലും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ചെടിയാണ് ക്രാസുല ചെടി എന്ന് പറയുന്നത്. ഈ ക്രാസുല ചെടിക്ക് പലയിടത്തും പല പേരുകളിലായിരിക്കും പറയുക. ഈ ക്രാസുല ചെടി എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതി ഉയരാനായിട്ട് വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ചെടിയാണ്. ഇത് ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുവാനായിട്ട് കിട്ടും. ഇത് തെക്ക് ഭാഗം ഒഴിച്ച് വീടിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നടാം എന്നുള്ളതാണ്. വീടിന്റെ തെക്ക് ഭാഗത്ത്, വീടിന്റെ ഉമ്മറം ഭാഗത്ത് ഒന്നും ഈ ചെടി നടരുത്. ഈ തെക്ക് ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇത് നടാം. കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും വടക്ക് കിഴക്ക് ഭാഗത്തും ക്രാസുല ചെടി വളർത്തുന്നത് വീട്ടിൽ വളരെയധികം ധനം ആകർഷിക്കും, ധനം വന്നു ചേരാൻ സഹായിക്കും എന്നുള്ളതാണ്. ലോകത്തിലെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടിട്ടുള്ള മിക്ക ആളുകളുടെയും വീടുകളിൽ ഈ ചെടി വളർത്തുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ച എല്ലാ കുടുംബങ്ങളിലും ഈ ചെടി നമുക്ക് കാണാൻ സാധിക്കും. വളരെ തുച്ഛമായ പൈസയ്ക്ക് ഈ ചെടി നിങ്ങൾക്ക് നഴ്സറികളിൽ നിന്നോ ആമസോണിൽ നിന്നോ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു ചെടി നിങ്ങൾക്ക് വളർത്താൻ കഴിയുമെങ്കിൽ അതിന്റെ മാറ്റം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിട്ട് അനുഭവപ്പെടും. മൂന്നാമത്തെ ചെടി എന്ന് പറയുന്നത് ഷാമി പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയാണ്. നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് വളർത്തി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഫലം കിട്ടുന്ന ചെടിയാണ് ഷാമി ചെടി. തെക്ക് ഭാഗത്ത് ഈ ചെടി വളർത്തിയവരെല്ലാം ഇന്ന് കോടീശ്വരന്മാരാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഏത് കോടീശ്വരന്മാരുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് എടുത്തു നോക്കിയാലും ഷാമി ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും. തെക്ക് ഭാഗമാണ് ഇതിന് ഏറ്റവും അനുയോജ്യം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. വീടിന്റെ മുന്നിലല്ല ഇത് നടേണ്ടത്, വീടിന്റെ തെക്ക് ഭാഗത്താണ്. വീടിന്റെ മുന്നിൽ നട്ടാൽ അത് വളരെ
ഷാമി പ്ലാന്റ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ വളരുന്നതിനോടൊപ്പം ഈ ചെടി വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ സാമ്പത്തിക വളർച്ച, സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമത്തെ ചെടി എന്ന് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ ഈ ചെടിക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് മറ്റു വല്ലതുമായിരിക്കും, എന്നാൽ നമ്മൾ സാധാരണ പറയുന്ന സുഖശാന്തി ചെടി എന്നാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ചെടി ഉണ്ടോ എന്ന് ഒന്ന് പറയണേ കമന്റ് ബോക്സിൽ. കാരണം ഇതിന് പല നാട്ടിലും പല പേരുകളാണ് പറയാറുള്ളത്. അപ്പൊ ഈ സുഖശാന്തി ചെടി നിങ്ങളുടെ നാട്ടിൽ വേറെ പേരിലായിരിക്കും ചിലപ്പോ ഈ ചെടിക്ക് പറയുക. ഈ ഒരു ചെടി നമുക്ക് ആമസോണില് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെടിയാണ്. ഈ ചെടി നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയാൽ അത് സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല, സന്തോഷവും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്തിയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ശാന്തിയും സമാധാനവും കടന്നു വരുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക ഐശ്വര്യ അഭിവൃദ്ധിയും വരും എന്നുള്ളതാണ്. പണം വരുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ശാന്തിയും സന്തോഷവും സമാധാനവും വീട്ടിലേക്ക് കൊണ്ടുവരും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും എന്നുള്ളതാണ്. വീടിന്റെ കിഴക്ക് ഭാഗത്ത് വളർത്താം, വടക്ക് കിഴക്ക് ഭാഗത്ത് വളർത്താം, വീടിന്റെ മുൻവശത്ത് വളർത്താം. അങ്ങനെ നമുക്ക് വീടിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം വളർത്തുന്നത് വളരെ നല്ലതാണ്. ഇതിന് പരിചരിക്കുന്നതും ഇതിന് വെള്ളമൊഴിക്കുന്നതും എല്ലാം നമുക്ക് വളരെയേറെ മനസമാധാനം തരുന്ന ഒന്നാണ്. വടക്കേ ഇന്ത്യയില് പല വീടുകളിലും സുഖശാന്തി ചെടി വളർത്താറുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരുടെ എല്ലാം ഉയർച്ച ഒരു കാരണം ഈ സുഖശാന്തി ചെടിയാണ്. ഇനി മറ്റൊരു ചെടി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയാണ്. ഇത് സാധാരണ മണ്ണിൽ വളർത്താറില്ല, ഒരു ചട്ടിയിലാണ് വളർത്തുന്നത്. നമ്മുടെ പ്രധാന വാതിലിനോട് അടുപ്പിച്ച് ചട്ടിയില് ഈ ചെടി, ഈ സർപ്പപ്പോള വളർത്തുന്നത് വളരെ വളരെ നല്ലതാണ്. ഇപ്പൊ വീടിന്റെ അടുത്ത്, വാതിലിന്റെ അടുത്ത് മുൻഭാഗത്ത് ഒരു ചട്ടിയിൽ ഈ സർപ്പപ്പോള വളർത്തുന്നത് വളരെ വളരെ നല്ലതാണ്. മിക്ക വീടുകളിലും ഇതുണ്ട്. അപ്പൊ പല രീതിയിലുണ്ട്. ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള രീതിയിലുള്ള സ്നേക്ക് പ്ലാന്റ് ആയിരിക്കും ഏറ്റവും ഐശ്വര്യം നൽകുന്ന ചെടി എന്ന് പറയുന്നത്. കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ചെടിയൊന്ന് വളർത്തുവാനായിട്ട് ശ്രദ്ധിക്കണേ. മറ്റൊരു ചെടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മണി പ്ലാന്റ് ആണ്. ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് 2 ഭാഗങ്ങളിൽ വളർത്തിയാലാണ് ഏറ്റവും ഗുണകരം, ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ലത് തെക്ക് കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമാണ് ഏറ്റവും വളർത്താൻ അനുയോജ്യം. അപ്പൊ വടക്ക് ഭാഗത്ത് നമ്മൾ വളർത്തുമ്പോൾ അവിടെ ജനലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തെക്ക് ഭാഗത്ത് വളർത്തുന്നത് വളരെ കേമം ആണ്. ഒരിക്കലും മണി പ്ലാന്റിൽ നിന്ന് അതിന്റെ ശിഖരങ്ങൾ ഒടിച്ച് മറ്റുള്ളവർക്ക് നൽകുന്നത് നല്ലതല്ല. എപ്പോഴും മണി പ്ലാന്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം, അതാണ് ശരിയായ രീതി. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താലും 1 രൂപയെങ്കിലും വാങ്ങിയിട്ട് മാത്രമേ മണി പ്ലാന്റ് മുറിച്ചു കൊടുക്കാൻ പാടുള്ളൂ. മണി പ്ലാന്റ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോഴോ പൈസ കൊടുത്തോ അല്ലെങ്കിൽ വാങ്ങിയോ വേണം അത് സ്വീകരിക്കുവാനോ കൊടുക്കുവാനോ. അതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും അത് ദാനമായിട്ട് കൊടുക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ 2 ഭാഗങ്ങളിൽ വേണം ഈ മണി പ്ലാന്റ് വളർത്താൻ. അതുപോലെ വീട്ടിൽ മാവൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് ഒട്ടുമാവ് പോലുള്ള മാവിൻ തൈകൾ വെക്കുവാൻ ഏറ്റവും അനുയോജ്യം വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് അങ്ങനെ ഒരു മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തിക ഐശ്വര്യം കൊണ്ടുവരാൻ അത് ഇടയാക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ചെടികള് നിങ്ങളുടെ വീട്ടില് വളർത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സകല രീതിയിലുള്ള സാമ്പത്തിക ഐശ്വര്യ അഭിവൃദ്ധികളും ഉണ്ടാക്കും. അത് വീട്ടില് സാമ്പത്തികം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ മഹാഭാഗ്യം നമുക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ വീട്ടില് വളരെയേറെ മനസമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചെടികളാണ്. അപ്പൊ ഈ ചെടി